സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും ഉരുൾപൊട്ടലിനൊക്കെ സാധ്യതയുണ്ട്. പല വീടുകളുടെയും മുകളിൽ മരങ്ങൾ വലിയ രീതിയിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ മരങ്ങളോട് സ്നേഹമുള്ളവരാണെങ്കിലും പ്രകൃതി സ്നേഹമുള്ളവരാണെങ്കിലും പരിസ്ഥിതി സ്നേഹമുള്ളവരാണെങ്കിലും തൽക്കാലത്തേക്ക് പുരയുടെ മുകളിലേക്ക് ചാഞ്ഞാൽ പിന്നെ അത് വെട്ടിക്കളയുകയേ മാർഗമുള്ളൂ. പ്രത്യേകിച്ചും മഴക്കാലത്ത് ഇതിന് തെളിവായി ഒരു പ്രധാനപ്പെട്ട ദുരന്ത വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. മൂന്നാറിൽ നിന്നാണ് ആ വാർത്ത. അവിടെ MG നഗറിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് ഒരാൾ മരിച്ചു. കുമാറിൻ്റെ ഭാര്യ മാലയാണ് മരിച്ചത്. ഞങ്ങളുടെ പ്രതിനിധി ബിനീഷ് ആൻ്റണി അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. മാലയ്ക്ക് ഈ ഒരു ദുരന്തം സംഭവിച്ചതിൻ്റെ കാരണം എന്താണ്? ബനേഷ്, വൈകുന്നേരം ശക്തമായ മഴയാണ് ജില്ലയിലടക്കം പെയ്തിരുന്നത്. ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴ പല മേഖലകളിലും ഉണ്ടായിരുന്നു. മൂന്നാറടക്കമുള്ള പ്രദേശങ്ങളിൽ ശക്തമായ മഴ അനുഭവപ്പെട്ടിരുന്നു. മൂന്നാർ ലക്ഷംകോളിലാണ് ഈ 5 മണിക്ക് ശേഷം ഇത്തരത്തിലൊരു ദുരന്തമുണ്ടായത്. മൂന്നാർ ലക്ഷംകോളി സ്വദേശി മാലയാണ് മണ്ണിനടിയിൽപ്പെട്ട് ദാരുണമായി മരിച്ചത്. കുമാറിന്റെ ഭാര്യയാണ് മാല. ഇവർ താമസിക്കുന്ന വീടിന് മുകളിലെ മൺതിട്ടയിടിഞ്ഞ് വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. ഈ സമയം മാലയും മകനുമാണ് വീട്ടിലുണ്ടായിരുന്നത്. മാല അടുക്കള ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തുടർന്ന് ഈ മണ്ണിടിഞ്ഞ് വീണതെ തുടർന്ന് മകൻ ഓടി അടുത്ത വീട്ടുകാരെ വീടുവരയ്ക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരെല്ലാം തന്നെ ഓടിക്കൂടി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം വഹിച്ചു. പിന്നീട് ഫയർഫോഴ്സ് സംഘം എത്തി. ഏകദേശം അരമണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മാലയെ പുറത്തെടുത്തത്. ഉടനെ തന്നെ ടാറ്റ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഏതായാലും ജില്ലാ കളക്ടർ ബിനീഷ്, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അതിൽ സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവരുടെ കൈ അനങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ അവർക്ക് ജീവൻ ഉണ്ടായിരുന്നു അല്ലേ മാലയ്ക്ക്? മണ്ണിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ മാലയ്ക്ക് നേരിയ തോതിലൊരു ജീവൻ ഉണ്ടായിരുന്നതാണ് ഫയർഫോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വിവരം. തുടർന്ന് ഇവിടുന്ന് CPR എല്ലാം നൽകി തന്നെയായിരുന്നു ആശുപത്രിയിലേക്ക് എത്തിച്ചത്. എന്നാലും ആശുപത്രിയിലെത്തിയ ശേഷം മരണം സംഭവിക്കുകയായിരുന്നു. നെറ്റിയിലും ആഴത്തിലുള്ള മുറിവും ഏറ്റിട്ടുണ്ട്. ഏതായാലും ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ആളുകളെടുത്ത് ജാഗ്രത പാലിക്കാൻ തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇടിഞ്ഞുപോയ മൺതിട്ടയുടെ മുകളിൽ മറ്റൊരു വീടും വലിയൊരു അപകടാവസ്ഥ നേരിടുന്നുണ്ട്. വീടുള്ള ആളുകളെയും മാറ്റി പാർപ്പിക്കാൻ തന്നെ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ജില്ലയിൽ വ്യാപകമായ മഴ പെയ്യുന്നതിനെ തുടർന്ന് തന്നെ രാത്രികാല യാത്രാ നിരോധനം ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. രാത്രി 7 മണി മുതൽ നാളെ രാവിലെ 6 മണി വരെയാണ് രാത്രികാല യാത്രാ നിരോധനവും ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹെഡ് വർക്ക്സ് ഡാമിന്റെ ഒരു ഷട്ടർ 10 സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. മുതിരപ്പുഴയുടെ ഭാഗത്ത് ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും മഴയ്ക്ക് അല്പം ശമനം ഉണ്ടായെങ്കിൽ തന്നെയും പല ഭാഗങ്ങളിലും ശക്തമായി തന്നെ മഴ പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ശക്തമായ കാറ്റും ഈ മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട്. ബിനീഷ്, ശരി. എന്തായാലും രാത്രികാല യാത്രാ നിരോധനം മലയോര മേഖലയിൽ മാത്രമല്ല സംസ്ഥാനത്തുടനീളം ഉണ്ടാവേണ്ടതാണ് എന്നുള്ള നിലയ്ക്ക് എല്ലാ യാത്രക്കാരും മഴ ശക്തമായിട്ടുള്ള പ്രദേശങ്ങളിൽ സംസ്ഥാനത്ത് എവിടെയും ആവട്ടെ രാത്രിയിലെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക. ആവശ്യ യാത്രകൾക്ക് വേണ്ടത്ര കരുതലുകൾ എടുക്കുക. വീടിൻ്റെ മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരം, വൃക്ഷം എത്ര വലിയ ഫലം നൽകുന്ന വൃക്ഷമാണെങ്കിലും അത് നമ്മുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന രീതിയിൽ ഈ മഴക്കാലത്ത് വീഴാൻ സാധ്യതയുള്ളതാണെങ്കിൽ അതിൻ്റെ ചില്ലകൾ വെട്ടിക്കളയുകയോ അല്ലെങ്കിൽ അത് പിഴുതുമാറ്റുകയോ ഒക്കെ ചെയ്യുക. പിഴുതുമാറ്റുന്ന മരത്തിൻ്റെ സ്ഥാനത്ത് പുതിയ ഒന്ന് നട്ടു വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട കടമ എന്ന് പറയുന്നത്.